ആകെ അഭിമാനമായി മാറിയ മഹത് വ്യക്തിത്വമായിരുന്നു ആർട്ടിസ്റ്റ് കേശവൻ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആ ധന്യസ്മരണ നമുക്ക് ആവേശം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിസ്റ്റ് കേശവന് ഒരു സ്മാരകം ഉണ്ടാകുക എന്നുള്ളത് കലയെ സ്നേഹിക്കുന്ന, കലാകാരന്മാരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉദയം കൊണ്ട ഒരു ചിന്തയാണ്. ദൗർഭാഗ്യവശാൽ വളരെ കാലം അത് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞില്ല. ആലപ്പുഴയ്ക്ക് അഭിമാനിക്കാൻ കഴിയും. കാരണം അമ്പലപ്പുഴ കേന്ദ്രമാക്കി നമ്മൾ 2004 മുതലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. മുടങ്ങാതെ തന്നെ സാംസ്കാരിക രംഗത്തെ ഏറ്റവും വലിയ ശ്രദ്ധേയ സാന്നിധ്യമായി വളർത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ആർട്ടിസ്റ്റ് കേശവന്റെ സ്മരണാർത്ഥം കലാരംഗത്ത് പ്രോജ്വലങ്ങളായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളെയാണ് നാം അവാർഡ് നൽകി ആദരിച്ചുകൊടുക്കുന്നത്. ഒരിക്കൽ പോലും ഒരാൾക്ക് മാറി നിന്ന് കുറ്റം പറയുവാനുള്ള ഒരാൾക്ക് പോലും ആർട്ടിസ്റ്റ് കേശവൻ പുരസ്കാരം നമ്മൾ നൽകിയിട്ടില്ല. അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ആർട്ടിസ്റ്റ് കേശവൻ എന്ന ആ പ്രതിഭാതന്റെ പേരിലുള്ള പുരസ്കാരം നാം നൽകി പോയിട്ടുള്ളത്. ആദ്യം ചലച്ചിത്ര സംവിധായകൻ വിനയനാണ് ഈ പുരസ്കാരം നമ്മൾ നൽകിയത്. 2ാമത്തെ തവണ പത്മശ്രീ തിലകന് ഈ പുരസ്കാരം നൽകി. അതിനുശേഷം ഇങ്ങോട്ട് നിരവധി പേർക്ക് അർജുനൻ മാസ്റ്റർ തുടങ്ങി, നിലമ്പൂർ ഐഷ തുടങ്ങി, വിജയകുമാരി തുടങ്ങി, അവസാനം കഴിഞ്ഞ വർഷം നമ്മൾ നാടകരംഗത്തെ പ്രശസ്തനായ എഴുത്തുകാരൻ CK ശശിക്കാണ് പുരസ്കാരം നൽകിയത്. സുന്ദരൻ കലായിക്കാണ് ഈ പുരസ്കാരം നൽകിയത്. അതിന്റെ 30 വർഷം CK ശശിക്കായിരുന്നു നൽകിയത്. അങ്ങനെ നാടക മേഖലയ്ക്ക് സമഗ്രങ്ങളായ സ്വഭാവം നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഈ അവാർഡ് നൽകി ആദരിച്ചു കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കലാമേഖലയ്ക്ക്, നാടക മേഖലയ്ക്ക് അല്ലെങ്കിൽ നൃത്തനാടക മേഖലയിൽ സാന്നിധ്യം വഹിച്ചിട്ടുള്ള ഒട്ടേറെ പ്രതിഭകളെയാണ് നാം ആദരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 120ഓളം പേരെ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ആദരിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ അഭിമാനം നൽകുന്നു. കാരണം നമ്മൾ ഇവിടെ നൽകുന്ന അവാർഡ് തുല്യമായിട്ട് തന്നെയാണ് ഈ പുരസ്കാരവും നൽകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഇത്തവണയും നമ്മൾ 5 പേരെ ആദരിക്കുന്നുണ്ട്. ഇത് ഒരു അർച്ചന പോലെ നമ്മൾ തുടർന്ന് പോരുകയാണ്. ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അതിലെല്ലാം ഉപരി 30 പേർക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം പെൻഷൻ നൽകുന്ന ഒരു സ്കീം നമുക്കുണ്ട്. ഇത് തുടങ്ങിയ കാലം മുതൽ നമ്മൾ മുടങ്ങാതെ നടത്തി പോരുകയാണ്. കാരണം സംസ്ഥാന ഗവൺമെന്റ് പോലും പലതവണ മുടക്കം വരുത്തിയാൽ പോലും ആർട്ടിസ്റ്റ് കേശവന്റെ പെൻഷൻ ഒരു മാസവും മുടങ്ങാതെ അവരുടെ കയ്യിലെത്തുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ കത്ത് സൂക്ഷിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വം ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് അത് നമുക്ക് നടക്കുന്നത്. ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ അവർ. അതോടൊപ്പം എന്നും കലാകാരന്മാർക്ക് താങ്ങായി ഒരു വലിയ മനുഷ്യൻ ഇന്ന് വേദിയിലില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ വേദിയിലുണ്ടായിരുന്നു ശ്രീ ഹരികുമാർ അവർ. അദ്ദേഹം നമുക്ക് താങ്ങായി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറെ ആവേശത്തോടു കൂടി ഓരോ വർഷവും നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചു പോരുന്നത്. ഇത്തവണ ഫെബ്രുവരി 5 അദ്ദേഹത്തിന്റെ ചരമദിനം. ആ ദിവസം തന്നെ നമ്മൾ കൃത്യമായി നടത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പത്രസമ്മേളനവും കഴിഞ്ഞ് അതിന്റെ ആദ്യത്തെ നോട്ടീസ് മേടിച്ചു. അപ്പോഴാണ് ഈ അമ്പലപ്പുഴയും പരിസര പ്രദേശങ്ങളിലും ബാധിച്ച കൊറോണ ബാധ നിങ്ങൾക്കെല്ലാം അറിയാം. ഇവിടെ പരിപാടി നടത്തുവാനും കൂട്ടം കൂടുവാനുമുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ പിന്നീട് ഫെബ്രുവരി 14 മാറ്റി. അപ്പോഴും ഈ രോഗത്തിന്റെ ശക്തി കൂടി വന്നത് കാരണം ഇപ്പോൾ മാർച്ച് 7 ഇനി അന്ന് മാറ്റിവെച്ചാൽ അതിന്റെ ചൈതന്യം നഷ്ടപ്പെടുമെന്നുള്ള ബോധം ഉള്ളിലുള്ളത് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. ഞാനിപ്പോൾ പറഞ്ഞു, 100ലേറെ ആൾക്കാരെയാണ്, കലാകാരന്മാരെയാണ് നാം ആദരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 30 പേരെ പെൻഷൻ നൽകി ആദരിക്കുന്നു. വളരെ വേദനയോടുകൂടി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇവിടെ ആദരിക്കപ്പെട്ട കുറച്ച് വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഉള്ളത്. ഓരോ വർഷവും നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ സത്യത്തിൽ അവരാണ് ഈ ഓഡിറ്റോറിയം നടന്ന് കാണേണ്ടത്. കേവലം ഒരു പുരസ്കാരം നൽകുന്നത് വാങ്ങി പോയി പിന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ശരിയല്ല. കലാകാരന്മാർക്ക് ഒട്ടും ഭൂഷണമല്ല
ഒരു കാര്യമാണ്. ഞാൻ വളരെ വേദനയുള്ളതുകൊണ്ടാണ് പറയുന്നത്. കാരണം 1000-ലേറെ പേർക്കാണ് ഞാൻ ഈ അറിയിപ്പ് അയച്ചത്. ഈ നമ്മുടെ നോട്ടീസ് അവർക്ക് കിട്ടാവുന്ന മെസ്സഞ്ചർ വഴി അയച്ചത്. ബഹുമാനായ നമ്മുടെ പ്രസിഡന്റ് അതിലേറെ പേർക്ക് അയച്ചു. അറിഞ്ഞ് ഇവിടെ ഓടിയെത്തിയവരുമുണ്ട്. അതൊക്കെ ഹൃദയത്തോടുകൂടിയാണ് അവരെ സ്മരിക്കുന്നത്. എന്തായാലും ഈ ഒരു മഹാന്റെ അനുസ്മരണം ഒരിക്കലും ജീവനോടത്തോളം കാലം നടത്താതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിഷേധാർത്ഥ്യം നമ്മളിൽ എല്ലാവരും ഉണ്ട്. അതിന് കരുത്ത് പകർന്നു നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് കൂടെയുണ്ട്. തുജാറിന്റെ നിർലോഭമായ സഹായ സഹകരണങ്ങളുണ്ട്. എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു പരിപാടിയായിട്ട് ആർട്ടിസ്റ്റേഷൻ ഫൗണ്ടേഷന്റെ അവാർഡ്ദാന ചടങ്ങ് മാറുകയാണ്. കൂടുതൽ വിശദമായ ഒരു പരത്തിപ്പറച്ചിലിന് ഞാൻ മുതിരുന്നില്ല. എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനായ ഈ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ശ്രീ സി രാധാകൃഷ്ണൻ അവരുകളാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു നമ്മുടെ നാടൻ പഴഞ്ചൊല്ല് പറഞ്ഞാൽ കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മഹാത്മ്യം അറിയാത്ത ഒരു വ്യക്തിയും ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് എന്ന് അറിയാത്തവരാരും ഇല്ല എന്ന് ഞാൻ ധരിക്കുകയാണ്. കാരണം അത്രയേറെ എല്ലാവരും വളരെ കൃതജ്ഞതയോടെ ഓർക്കേണ്ട ഒരു പേരാണ്. ഒരാളെ എഴുതിക്കൊണ്ട് പറയുകയല്ല. കാരണം കലാകാരന്മാർക്ക് വേണ്ടി ഇത്രയും നിർലോഭമായി തൻ്റെ ജീവിതത്തിൻ്റെ വസന്തങ്ങളും മറ്റ് കാലങ്ങളും ഒക്കെ വിനിയോഗിച്ചൊരു മനുഷ്യൻ എൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരുന്നു. കാരണം അത്രയേറെയാണ് ഒരു കലാകാരന് പ്രശ്നമുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ് കലുഷമാകുന്നത്. അത്രയേറെ കലാകാരനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കലാപ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം മുന്നോട്ടുള്ള കാലം ഏറെ കരുത്തോടെ ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് പറയുവാൻ കഴിയും. അദ്ദേഹത്തിന് സകലവിധ ആരോഗ്യങ്ങളും ദീർഘകാലം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് മനസ്സിലെ എപ്പോഴും ഉള്ള പ്രാർത്ഥന. ഇടയ്ക്ക് അദ്ദേഹം പുറത്തിറങ്ങാനില്ലായിരുന്നു. ഈ പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട ശ്രീ ശ്രീരാധാകൃഷ്ണൻ അവർക്ക് ഈ ഫൗണ്ടേഷന്റെ പേരിലുള്ള ആർദ്രമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റുന്നത് ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവരുകളാണ്. അദ്ദേഹം എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു യോഗമായതിനാണ് അറിയിപ്പുകളിലെല്ലാം ഞാൻ എല്ലാവരും 9:30 ഇവിടെ എത്തിച്ചേരണം എന്ന് പറയുന്നത്. കാരണം എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ കൃത്യമായി പാലിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് ജി സുധാകരനേത്. അദ്ദേഹം എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടുകൂടി ബഹുമാനനായ തൊട്ടതെല്ലാം പൊന്നാക്കിയ ശ്രീരാമൻ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയ പോലെ അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ കേരളത്തിന്റെ എല്ലാ റോഡുകളും ശാപമോക്ഷം നേടി കഥ എല്ലാവർക്കും അറിയാം. കൂടുതൽ വിശദീകരണം നൽകുന്നില്ല. ബഹുമാനായ ശ്രീ ജി സുധാകരൻ അവർക്ക് ഫൗണ്ടേഷന്റെ പേരിലുള്ള ആർദ്രമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ പുരസ്കാരം ഇവിടെ നൽകുന്നത് ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. അതും ഞാൻ പറഞ്ഞ ആദ്യത്തെ ഉപമയും അദ്ദേഹത്തിന് അർഹമാണ്. ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്റെ ഓർമ്മയിൽ ഒരു പേര് പറയാൻ പറഞ്ഞാൽ ഓൾപിമാണി ഞാൻ കേട്ടിട്ടുണ്ട്. അത് സൽപ്പേരാണോ ദുഷ്പേരാണോ എന്നറിയില്ല. എന്തായാലും ഓൾപിമാണി എന്റെ ഓർമ്മയിൽ വരുന്നു. പിന്നെ ഞാൻ കേൾക്കുന്ന ഒരു പേര് ഇ ചന്ദ്രശേഖരൻ നായർ എന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. അതിനുശേഷം കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മന്ത്രിയാണ് ശ്രീ തിലോത്തമൻ അവർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ഭക്ഷ്യ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ കരുതലുകൾ ഒക്കെ തന്നെ വരും തലമുറയ്ക്കും ഒരു നൂറ്റാണ്ടിലെ തലമുറയ്ക്കും പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. ഒരു മന്ത്രി എങ്ങനെയാണ് പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം നമുക്കൊരു മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹം അല്പം വൈകി എത്തിച്ചേരാൻ അദ്ദേഹം എത്തിച്ചേരും. ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ പി തിലോത്തമൻ അവർക്ക് ആർദ്രമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ വർഷത്തെ ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മലയാള നാടകവേദിയിലെ ശക്തമായ സാന്നിധ്യം ശ്രീ വക്കം ഷക്കീർ അവറുകൾക്കാണ്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ആർട്ടിസ്റ്റിക് ഫൗണ്ടേഷൻ ഈ വർഷത്തെ അവാർഡ് ശ്രീ വക്കം ഷക്കീർ അവറുകൾക്ക് നൽകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു നടനായി രംഗത്ത് വന്ന്
സംവിധായകനായി കേരളമാകെ നിറഞ്ഞു നിന്ന ഒരു അപൂർവ കഥാപ്രതിഭയാണ് ശ്രീ വക്കം ഷക്കീർ. ശബ്ദ സൗമാര്യം കൊണ്ട് ഏറെ മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ ഷക്കീരേട്ടൻ. അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റുകൾ, ഓരോ നാടകത്തിന് മുന്നിൽ ഉണ്ടാകുന്ന അനൗൺസ്മെന്റുകൾ കേട്ടാൽ മതി ഒരു നാടകം കണ്ട പ്രതീതി, അതിലേറെ എന്തോ നമ്മൾ അനുവചനീയമായ ഏതോ ലോകത്തിൽ പോകും അദ്ദേഹത്തിന്റെ സംഭാഷണ ശേഖരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ. അത്രത്തോളം മനോഹരമാണ് അദ്ദേഹത്തിന്റെ പദങ്ങൾ ഉരുവിടുന്നത്. വക്കം ഷക്കീർ എന്ന് വക്കം ഷക്കീർ പറയുമ്പോൾ അതിൻ്റെ ഒരു മാധുര്യം വളരെ വലുതാണ്. അവസാനം പറയും സംവിധാനം വക്കം ഷക്കീർ, ഷക്കീർ എന്നാ പറയുന്നത്. ഷക്കീർ പറയുമ്പോഴാണ് ഈ വക്കം ഷക്കീർ എന്ന ആ വാക്കിന് മനോഹാരിത കൈവരുന്നത്. അത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്കറിയാം. ഒരു ശ്രീരാമന്റെ രാമായണം ഒരു കാസറ്റായി വന്നു. അതിന് ശ്രീരാമന്റെ വേഷം, ശ്രീരാമന് വേണ്ടി ശബ്ദം കൊടുത്തിരിക്കുന്നത് ഷക്കീരേട്ടനാണ്. ഒരു എന്തോ ഒരു ദേവസാന്നിധ്യമാണ് ആ ശബ്ദത്തിന് കിട്ടുന്നത്. വളരെ അപൂർവമായ ഒരു ശബ്ദ സൗകുമാര്യമാണ് വക്കം ഷക്കീരേട്ടൻ. അതുപോലെ അദ്ദേഹത്തിന്റെ നാടകം, അഭിനയം മാത്രമല്ല, അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടും. അഭിനയിക്കാൻ ചെന്നാലും ഒരു സ്റ്റേജ് എങ്ങനെ വൃത്തിയായി പെർഫെക്റ്റായി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമുള്ളതാണ്. മറ്റുള്ളവരൊക്കെ ഒന്നെങ്കിൽ ചീട്ടി കളിക്കാൻ പോകും, അല്ലെങ്കിൽ തൈച്ചോട്ടികൾ ഉറങ്ങാൻ പോകുമ്പോഴും ഷക്കീരേട്ടൻ അത് സെറ്റ് കെട്ടിത്തീരുന്നവരെ സ്റ്റേജിലുണ്ടാകും. അദ്ദേഹത്തിന് അതിന്റെ കാര്യമില്ല. പക്ഷെ താൻ ചെയ്യുന്ന പ്രവൃത്തി ഏറെ വൃത്തിയായിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുള്ളതുകൊണ്ടാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സംവിധാനം ഇത്രയേറെ കലർപ്പില്ലാതെ ഗിമിക്കുകളില്ലാതെ സംവിധാനം ചെയ്യുന്ന അപൂർവം സംവിധായകരിൽ ഒരാളാണ് വക്കം ഷക്കീർ എന്ന് പറയുന്ന ഈ കലാകാരൻ. അദ്ദേഹത്തിന്റെ നാടകത്തിൽ തന്നെ നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും. കാരണം ആദ്യമേ നമുക്ക് ചില ഉത്സവപ്പറമ്പിലോട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഈ നാടകം എങ്ങനെയുണ്ടെന്ന് ആ കട്ടം കെട്ടിയിരിക്കുന്ന കാണുമ്പോൾ അറിയാം. തോന്നിവാസം ഇങ്ങനെ വള്ളം പോലെ ഇതിന്റെ കോട്ടോസ്കോമൊക്കെ കെട്ടി ആ കട്ടിൽ കെട്ടുമ്പോൾ തന്നെ അറിയാം ഈ നാടകത്തിന്റെ ക്വാളിറ്റി പോകും. അതേസമയം വക്കം ഷക്കീർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ സ്റ്റേജിന്റെ വൃത്തി നമ്മളിപ്പോ എല്ലാം കൃത്യമായി തൂത്ത് വൃത്തിയാക്കിയ പോലെയാണ് അദ്ദേഹത്തിന്റെ ആ സ്റ്റേജ്. അത് തിലകചേട്ടന്റെ നാടകങ്ങൾക്കും ആ ഒരു പ്രത്യേകത ഭിന്നക്കെട്ടിയിൽ ഞാൻ തിലകചേട്ടന്റെ നാടകങ്ങളല്ല. അത്രയേറെ വൃത്തിയായ അനാവശ്യമായ യാതൊരുവിധ കളറുകളും അദ്ദേഹം ലൈറ്റിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം തുമ്മിയാൽ ചുവപ്പ്, കുനിഞ്ഞാൽ പച്ച, ഇങ്ങനെ എന്തിനും വിവിധങ്ങളായ കളറുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നാടകത്തെ വളരെ ഗൗരവമായി സംഭാഷണങ്ങൾ ഉരുവിടുന്നതിലെ ശ്രദ്ധ, എങ്ങനെയും സംഭാഷണം പറയുവാൻ അദ്ദേഹം അനുവദിക്കില്ല, അത്ര കൃത്യമാണ്. പക്ഷേ അതിനൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത് NB തിരുവനന്തപുരം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ തീർത്ഥാടകരെത്തി ഞങ്ങൾ വൈരാഗ്യപൂർവ്വം തുടങ്ങിയ നാടകങ്ങളൊക്കെ ഷക്കീരേട്ടനാണ് ഈ വേഷം കൈകാര്യം ചെയ്യുന്നു. അതിന് അനൗൺസ്മെന്റ് തിരുവനന്തപുരം എന്ന് പറയുന്ന വ്യക്തി ഒരാളെ അനൗൺസ്മെന്റിലേക്ക് ചുമതലപ്പെടുത്തണമെങ്കിൽ ആ മനുഷ്യന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം NN പിള്ളയുടെ ക്ലാസ്, അങ്ങനെ വളരെ നാടകത്തെ ഏറെ ഗൗരവത്തോടു കൂടി കാണുന്ന വർത്തമാനകാല ഈ സമയത്തും നിറഞ്ഞു നിൽക്കുന്ന നാടകവേദിയിൽ നിന്നു നിൽക്കുന്ന ബഹുമാനായ വക്കം ഷക്കീറിനെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. പ്രിയപ്പെട്ട വക്കം ഷക്കീറിന് ഈ വേദിയിലേക്ക് ഭാഗമായ സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ ഇതോടൊപ്പം 5 പ്രതിഭകളെ നാം ആദരിക്കുന്നുണ്ട്. അവരുടെ പ്രാഗൽഭ്യത്തെ കുറിച്ച്, അവരെന്താണ് കലാവേദിക്ക് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് തന്നെ ബഹുമാനായ അലിയാർ സാർ പറയും എന്നുള്ളതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല. പ്രിയപ്പെട്ട പുളിയനം പൗലോസ്, അങ്കമാലിയിലാണ് അദ്ദേഹത്തിന്റെ താമസം. മലയാള നാടകവേദിക്ക് നിരവധിയായ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ്. സംഘാടകനായും നടനായും ഒക്കെ തന്നെ നാടകവേദി സ്നേഹിക്കുന്ന ശ്രീ പുലിനം പൗലോസ് അവരുടെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ KPC രാജേന്ദ്രൻ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന് ഒരു മാസത്തിന്റെ 1 മുതൽ 15 വരെ ഷൂട്ടിംഗ് എല്ലാ മാസവും ഉള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും മലയാള നാടകവേദിയിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ രാജേന്ദ്രൻ KPC. നിങ്ങൾക്കെല്ലാം അറിയാം, ഉപ്പുമുളകും എന്ന ഏറെ ജനപ്രിയ പരിപാടിയിൽ അദ്ദേഹം സജീവമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേഷങ്ങൾ
ബഹുമാനായ ശ്രീ KPC രാജേന്ദ്രന് ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. സംഘാടകനായും നടനായും രചയിതാവായും ഒക്കെ നാടകരംഗത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ശ്രീ വിജയൻ മാവുങ്കൽ. അദ്ദേഹം എറണാകുളത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മൾ ഈ ആദരവ് നൽകുന്നത് അദ്ദേഹത്തിന്റെ നാടക മേഖലയിലുള്ള ഇടപെടലുകൾക്കും സംഭാവനകൾ മാനിച്ചാണ്. പ്രിയപ്പെട്ട ശ്രീ വിജയൻ മാവുങ്കലിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ലൈല കോട്ടയം NL പിള്ളയോടൊപ്പം നിരവധി നാടകങ്ങളിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീമതി ലൈല ചേച്ചി, അവരെയും നമ്മൾ സമുചിതമായ ഉപഹാരം നൽകി ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട ലൈല ചേച്ചിയെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാടക ഗാനാലാപനത്തിലൂടെ കലാവേദിയിൽ പദമൂടിയ വ്യക്തിയാണ് ശ്രീമതി ജെയ്സി. 15ാമത്തെ വയസ്സിൽ ആറ്റിങ്ങൽ ദേശമാന്യ തിയേറ്റേഴ്സിന്റെ കൊടുങ്കാറ്റുപുതിയ ഗ്രാമത്തിലൂടെ വന്ന് നിരവധിയായ നൃത്തനാടകങ്ങൾക്കും മറ്റ് കാസറ്റുകളിലൊക്കെ പാടി ഗാനമേളകളിൽ പാടിയപ്പോൾ തന്നെ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീമതി ജെയ്സി. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമ്മുടെ വർഗീയ അതിപ്രസരത്തിന് വേണ്ടി ഒരു കൊടിപിരി കൂടുന്ന സമയത്ത് ബഹുമാനായ ഏഴാശ്ശേരി രാമചന്ദ്രൻ എഴുതിയ ഒരു ഗാനമുണ്ട്, കാവും ഗുരുദ്വാര എന്ന് പറയുന്നത്. ഈ ഗാനം സ്വന്തമായി ചിട്ടപ്പെടുത്തി സംഗീതം ചെയ്ത് സ്വന്തമായി ആലപിച്ച് വളരെയേറെ ശ്രദ്ധ പിടിച്ചു വയ്ക്കാൻ ഒരു കാലയളവ്. ഈ കഴിഞ്ഞ ബീച്ചിലെ ഒരു ഫെസ്റ്റിവലിൽ ഈ ഗാനം ആലപിക്കുകയും ഒട്ടേറെ പേർ അത് ദൃശ്യവൽക്കരിക്കുവാൻ ഓടിയെത്തിയ കഥ എനിക്കറിയാവുന്ന അങ്ങനെ സംഗീതത്തെ സമഗ്ര സംഭാവനകൾ നൽകിയ ഒരു മഹതിയാണ്. ബഹുമാനപ്പെട്ട ശ്രീമതി ജെയ്സിയെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കവിത, വളരെ അത്ഭുതം തോന്നി. എന്തെങ്കിലും അധികാരത്തിന്റെ അല്പമാത്രമായ എന്തെങ്കിലും കഴിയാൻ തന്നിൽ വന്നു ചേർന്നാൽ പിന്നെ അഹങ്കാരത്തിന്റെ ഒരു താണ്ഡവ നൃത്തമായിരിക്കും നടത്തുക. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ പ്രദേശത്തിന്റെ അധിപയായ ഒരു മഹതി 9:15 ഇവിടെ വന്നിവിടെ ഇരിക്കുകയാണ്. അനാവശ്യമായ തിരക്കുകൾ മാറ്റി പോകാൻ തെറ്റുന്ന ഒരു സംഭവത്തിലാണ് നാം ജീവിക്കുന്നത്. ആരും അങ്ങനെ ഇരിക്കില്ല. കാരണം അവസാനം വരെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ഗമ നഷ്ടപ്പെടുന്നുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രിയപ്പെട്ട പഞ്ചായത്ത്, അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ ഭൂരിപക്ഷത്തോടെ ജയിച്ചതും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതുമെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട ശ്രീമതി കവിതയ്ക്ക് ഈ വേദിയിലേക്ക് ആർട്ടിസ്റ്റ് സ്റ്റേഷന്റെ നാമധേയത്തിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ശ്രീ രാജീവ് വാര്യങ്കൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് പറയാനില്ല, കാരണം കുറെ പറയുവാനുണ്ടോ. രാജീവ് വാര്യങ്കലെ ഞാൻ ആമുഖമായി പറഞ്ഞു, നമ്മുടെ ഈ യുവാക്കളുടെ ഇടയിൽ ഇത്രയേറെ പ്രസംഗ പരിചയവും ഒരു ഓഡിയൻസിനെ എങ്ങനെ തന്റെ പ്രസംഗ ചാതുര്യത്തിലൂടെ എങ്ങനെ ഇരുത്താമെന്ന് അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗവേഷണം നടത്തിയ പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നാം കേൾക്കുന്നത്. അത്ഭുതം തോന്നും. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ പിന്നെ നമുക്ക് പ്രസംഗിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നും. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങൾ, ആ വായിക്കുന്ന പദസമ്പത്തുകൾ, അതൊക്കെ തന്നെ ഒന്ന് കുറിച്ചു വെച്ചാൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഉപകരിക്കും. അതുപോലെ തന്നെയാണ് കാവ്യ രംഗത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ഇന്ന് കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ ചൈതന്യമാണ് ശ്രീ രാജീവ് വാര്യങ്കൽ. സിനിമാ ഗാനങ്ങളിലൂടെ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി പതിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്റേതായ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. നമ്മുടെ അഭിമാനം ആലപ്പുഴയ്ക്ക് തലയുയർത്തി പിടിക്കുവാനുണ്ട്. നമുക്കാണ് അഭിമാനിക്കാവുന്നത്. വയലാർ തുടങ്ങി ശ്രീകുമാരൻ നമ്പി തുടങ്ങി ആ ഗണത്തിൽ വരുന്നതാണ് രാജീവ് വാര്യങ്കൽ. ആ ഒരു ശ്രേണി നമുക്ക് കൊണ്ടിരുത്താവുന്ന, അവരുടെ ഇരിപ്പിടത്തിന് ഒപ്പം തന്നെ കൊണ്ടിരുത്താവുന്ന നമ്മുടെ ഭാവി വാഗ്ദാനം, നമ്മുടെ ആലപ്പുഴയുടെ അഭിമാനം ശ്രീ രാജീവ് വാര്യങ്കൽ. അദ്ദേഹം ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രിയപ്പെട്ട ശ്രീ രാജീവ് വാര്യങ്കൽ അവർക്ക് ആശാൻ സ്മാരകത്തിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ രാജീവ് വാര്യങ്കൽ അവർക്ക് ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇവിടെ ആശംസാ പ്രസംഗം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ നസീർ സലാം, നിങ്ങൾക്കറിയാം
സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമാണ് അദ്ദേഹം. എന്നും നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, അതിലേറെ സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെടുന്ന വ്യക്തിത്വമാണ് നസീർ സലാമിൻ്റെത്. ബഹുമാനപ്പെട്ട ശ്രീ നസീർ സലാമിന് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം. ശ്രീ അലിയാർ പുന്നപ്ര, അദ്ദേഹത്തിന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അലിയാർ പുന്നപ്ര പങ്കെടുക്കാത്ത ഒരു സായാഹ്നവും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നില്ല. ഏത് പരിപാടി എടുത്താലും അലിയാർ പുന്നപ്രയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ്. കാരണം കേരളത്തിലെ കലാകാരന്മാരുടെ സംഘടനയായ സവാക്കിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. അതിലുപരിയായി ഇപ്പോൾ ലൈബ്രറി കൗൺസിലിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ ഈ സംഘടനയുടെ ട്രഷറർ കൂടിയാണ്. അത് നമ്മുടെ സംഘടനയ്ക്ക് കിട്ടിയ ഏറെ അഭിമാന മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമായി കരുതുന്നതിന് ബഹുമാനപ്പെട്ട ശ്രീ അലിയാർ പുന്നപ്ര അവരുടെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുജാതയുടെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്ത് പറയുവാണ്? മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ആർട്ടിസ്റ്റ് സുജാതനെ അറിയാം. ഞാൻ ആവർത്തിച്ചു പറയേണ്ട മനസ്സിൽ തികയുന്ന നൊമ്പരമാണ്. ഈ വർഷവും നമ്മുടെ മുന്നിലൂടെ പത്മശ്രീ പത്മ പുരസ്കാരങ്ങളൊക്കെ കടന്നുപോയി. ഞാൻ വളരെ പ്രതീക്ഷിച്ച, അത് കാത്തിരുന്ന് കണ്ട ഒരാളാണ്. അവിടെയും ഇല്ല ഈ മഹാനായ കലാകാരൻ. ഇത്രത്തോളം ഒരുപാട് കലകളും അതിൻ്റെതായ ശ്രേഷ്ഠതകളും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ ഒരു കലയിൽ ഒരാളെ മാത്രമായി ഈ മഹനീയത അലങ്കരിക്കുന്ന സുജാതൻ എന്ന് പറയുന്ന ഈ മഹാനല്ലാതെ വേറെ ആരുമില്ല. വിദ്യാപാലന് വരെ പത്മശ്രീ കൊടുത്ത ഈ നാട്, നമ്മുടെ ജയറാമിന് ഇതുകൊണ്ട് മധു എന്ന് പറയുന്ന മഹാനായകന് ഈ അടുത്ത ദിവസമാണ് കിട്ടിയത്. ഇങ്ങനെ പലർക്കും കൊടുത്ത് നമ്മൾ അറിയപ്പെടാത്തവർക്കൊക്കെ ഓരോ പേരിലാണ്, നാട്ടുവൈദ്യത്തിന്റെ പേരിലൊക്കെ കൊടുക്കുമ്പോഴും ഈ മഹാനായ കലാകാരൻ ഇത് ആർക്കാണ് സുജാതൻ അറിയാൻ വയ്യാത്തത്? ഇത് സംസ്ഥാന ഗവൺമെന്റ് കുറ്റമാണോ? അത് കേന്ദ്ര ഗവൺമെന്റ് കുറ്റമാണോ? ആരാണ് ഇതിന് ശുപാർശ ചെയ്യുന്നത്? എന്റെ അറിവ് സംസ്ഥാന ഗവൺമെന്റ് ആണെന്നാണ് പേര് അയക്കുന്നത്. എന്താണ് ഈ മഹാനായ കലാകാരന് ഈ മറന്നുകൊണ്ടുള്ള പ്രവൃത്തി? ഏതായാലും ഈ കലാലോകം ശക്തമായി പ്രതിഷേധിക്കേണ്ടതാണ്. ഇതുപോലും മനുഷ്യനില്ല. ഞാൻ ചുമ്മാ ഒരു ഭംഗിവാക്കി വേദിയിൽ നിന്ന് പറയുന്നതല്ല, അത്ഭുതത്തോട് നോക്കി കാണേണ്ട ഒരാളാണ്. അദ്ദേഹത്തെ അവിടെ ഒരു വിഗ്രഹം പോലെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആരാധന നടത്തേണ്ടതാണ്. അത്ര ശ്രേഷ്ഠമായ കഴിവാണ്, ദിവ്യമായ കഴിവാണ് ആ മനുഷ്യൻ ഉള്ളത്. ഒരു ഗവൺമെന്റ് ഇത് കാണുന്നില്ലെങ്കിൽ അദ്ദേഹം കഴിച്ച അവാർഡുകൾ എനിക്ക് തോന്നിപ്പം അവാർഡ് വാങ്ങിക്കുന്നതാവുന്നു. കാരണം ഇപ്പോഴും രംഗശില്പകലയിൽ ഒരുപാട് കൃത്രിമത്വങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഫ്ലെക്സ് ഇപ്പൊ ക്ലോത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലെക്സ് പോയി അടുപ്പിച്ച് സെറ്റ് ആക്കി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലും അതിനേക്കാൾ വലിയ രീതിയിൽ ദൃശ്യകാരതയോടെ സുജാതനെ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മഹാനായ കലാകാരനെ പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധത്തോടുകൂടി ഈ വേദിയിൽ ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട സുജാതന് ഈ സമ്മേളന വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒട്ടേറെ പ്രമുഖർ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അവരൊക്കെ തന്നെ ഈ ആർട്ടിസ്റ്റ് കേശവൻ എന്ന ആ മഹാവിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്. വിവേകാനന്ദന് ബഹുമാനായ മലയാള നാടകവേദിയിലെ നമ്മുടെ മധുവിനെ പറയുന്ന പോലെ തലയെടുപ്പോടെ ശിവാജി ഗണേശന്റെ അഭിനയകാരിലൂടെ ഒക്കെ തന്നെ നിൽക്കുന്ന മലയാളത്തിന്റെ പ്രിയങ്കരനായ ശ്രീ തോമ്പിൽ രാജശേഖരൻ ഇരിപ്പുണ്ട്. ബഹുമാനായ ശ്രീ തോമസ് വള്ളികാടൻ, കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനു മുമ്പ് അവാർഡ് നൽകി ആദരിക്കപ്പെട്ട ശ്രീമതി രാജ ഇപ്പോൾ വന്നിട്ടുണ്ട്. SLP ശാന്തകുമാരി ചേച്ചി വന്നിട്ടുണ്ട്. ബിന്ദു തേജനുണ്ട്. നമ്മുടെ അപ്പച്ചേട്ടനുണ്ട്. കഥാപ്രസംഗ രംഗത്തെ ശ്രദ്ധേയനായ രമണചേട്ടനുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നവരൊക്കെ തന്നെ ഏറെ ശ്രേഷ്ഠത ഉള്ളവരാണ്. അവരെയൊക്കെ വളരെ നന്ദിയോടെ സ്മരിക്കുകയും അവർക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഈ മഹത്തായ ചടങ്ങിന് നേതൃത്വം ഏർപ്പെടുത്തുന്നത് നമ്മുടെ ഫൗണ്ടേഷന്റെ സജീവ പ്രവർത്തകൻ, അതിലുപരി സവാക്ക് എന്ന സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ നെടുമുടി അശോകുമാറാണ്. രചനാ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ നിരവധിയായ സംഭാവനകളുണ്ട്. 10ലേറെ നാടകങ്ങൾ ബഹുമാനപ്പെട്ട അലിയാർ സാർ ഉൾപ്പെടെയുള്ള കമാൽ ശ്രീ മാക്കിൽ ഉൾപ്പെടെയുള്ളവരെ രംഗത്ത് അവതരിപ്പിച്ചത് അശോകന്റെ നാടകത്തിലൂടെയാണെന്ന് അവർ തന്നെ പല വേദികളിലും
പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രിയങ്കരനായ കവിയും നാടകൃത്തുമായ അശോകൻ ചേട്ടനാണ് ഈ വേദി പ്രതിനിധി രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട ശ്രീ നെടുമുടി അശോക് കുമാറിന് ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞ പോലെ വിലപ്പെട്ട കുറെ മണിക്കൂറുകളാണ് എനിക്ക് വളരെ പ്രിയങ്കരനായ ഒരു കലാകാരനായിട്ട് സജു പാർത്ഥ സാരഥിയുടെ ഈ പേര് മനസ്സിൽ കിടക്കുന്നത് സജു ലിജു ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ലിജു പാർത്ഥ സാരഥിക്ക് ആർദ്രമായ സ്വാഗതം. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിലപ്പെട്ട മണിക്കൂറുകളാണ് ഇതിനു വേണ്ടി ഈ ചെലവഴിച്ചിട്ടുള്ളത്. ആ ഒരു ത്യാഗ മനസ്സിലേക്ക് മുന്നിൽ ഞാൻ നമിക്കുന്നു. മുഴുവൻ പേരെയും ആർദ്രമായി സ്വാഗതം ചെയ്ത് പ്രിയപ്പെട്ട സരസപ്പൻ സലാം ഉൾപ്പെടെയുള്ള മുഴുവൻ പേരെയും ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനായ ബ്ലോക്ക് മെമ്പർ ശ്രീ ബി.ആർ. അശോകൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് ഈ പരിപാടിയിൽ അങ്ങ് സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചത്. പ്രിയപ്പെട്ട ശ്രീ ബി.ആർ. അശോകൻ ഉൾപ്പെടെ ഞാനെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക. വീട്ടിലേക്ക് പോയാൽ അതൊരു അരോചകമാകും എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മൈക്ക് ഓപ്പറേറ്റർ വളരെ നേരത്തെ വരികയും നമുക്ക് വേണ്ടി ശബ്ദവും വഴിച്ചൊക്കെ തരുന്നതാണ്. അവരുൾപ്പെടെയുള്ള എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.